എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാർത്തിക് ഗംഗാപ്രസാദിനെ കൊടുക്കാൻ പറ്റിയ സമയമായിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ അവന്റെ മുഖം പതിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അവൻ ഒരു മുഴം മുമ്പേ അറിഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ അവനെ ഒന്ന് പിടികൂടാനായിട്ട് പറ്റും? അവന്റെ മുഖം എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഫോട്ടോ എങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ അത് കല്യാണീനെ കിരണിനെയൊക്കെ കാണിക്കായിരുന്നു. പക്ഷെ അതുപോലും സാധിച്ചില്ല. എങ്ങനെയെങ്കിലും ഒരു ഒളിക്യാമറ എങ്കിലും വെച്ച് അവന്റെ ഫോട്ടോ ഒന്ന് പിടിക്കണ്ടായിരുന്നു. പക്ഷെ അവൻ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് കയറി വരുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ലോ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ കാർത്തിക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് കാർത്തിക് കല്യാണിയെ വിളിക്കുകയാണ്. കല്യാണിയെ വിളിച്ചിട്ട് ഗംഗാപ്രസാദ് അവിടെ വന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അല്ല ചേച്ചിക്ക് അവന്റെ ഫോട്ടോസ് എങ്കിലും എടുക്കാൻ വരാൻ ചോദിക്കും. അതിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നേ അപ്രത്യക്ഷിതമായിട്ട് വന്നല്ലേ. അത് മാത്രമല്ല, അവൻ ഭയങ്കര തന്ത്രപരമായിട്ടാണ് പ്രയോഗിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നേ. ഇവിടുത്തെ CCTV വരെ അവന് അങ്ങനെ കളഞ്ഞിരിക്കുക, നശിപ്പിച്ചു വെച്ചിരിക്കുക എന്ന് പറയണം. അതുകൊണ്ട് അതിനകത്ത് പോലും അവന്റെ മുഖം പതിഞ്ഞിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, ചേച്ചി വിഷമിക്കുമൊന്നും വേണ്ട, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിരുന്നല്ലേ പറയണേ. അവനെ ഉറപ്പായിട്ടും നമുക്ക് കിട്ടും, അവന്റെ മുഖം ഉറപ്പായിട്ടും കിട്ടും. ആ കാര്യത്തിൽ ചേച്ചിക്കിനി ഒരു പേടിയും വേണ്ടെന്ന് പറയണേ. ചേച്ചിക്കും അമ്മയ്ക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാനും കിരണേട്ടനൊക്കെ അല്ലേ ഉള്ളേ എന്നും പറഞ്ഞിട്ട് കാർത്തികേയനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞെങ്കിലും കല്യാണിന്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്. കാരണം ചേച്ചി പറഞ്ഞിടത്തോളം അയാളൊരു വില്ലനാണ്. ഒരു പക്ഷെ അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. കാർത്തികേച്ചിനെ മാത്രമല്ല, ചേച്ചി ചിലപ്പോൾ ചേച്ചിയുമായിട്ട് ചുറ്റും കൂടെ നിൽക്കുന്നവരെല്ലാം അയാൾ താർക്കാൻ ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ കിരണേട്ടൻ വരെ അവൻ ടാർജറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ കാർത്തികേച്ചി പറഞ്ഞേ. താനും കിരണേട്ടനും ഒക്കെ സൂക്ഷിക്കണമെന്ന്. ഇപ്പൊ കിരണേട്ടൻ വയ്യാതെ കിടക്കുമെന്ന് പുറത്തറിയാവുന്നതുകൊണ്ട് കിരണേട്ടനെതിരെ പെട്ടെന്നൊരു ആക്രമണമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. പക്ഷെ തന്റെ നേരെയോ അല്ലെങ്കിൽ ബാക്കി ആരുടെയെങ്കിലും നേരെ, താനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരുടെയെങ്കിലും നേരെ ആക്രമണം ഉണ്ടായേക്കാം. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് രാഹുൽ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒളിവിൽ കഴിയുന്നേ, എങ്ങനെയും പുറത്തിറങ്ങിയാൽ മതിയുള്ളൂ, വീട്ടിലേക്കൊന്ന് പോകണം. എല്ലാവരും കണ്ടിട്ട് കുറച്ച് ദിവസമായി. ആ ഒരു ചിന്ത രാഹുലിന്റെ മനസ്സിലേക്ക് വരുവാണ്. പക്ഷെ പോകാനൊരു മടി. അങ്ങനെ ചെല്ലുന്ന സമയത്താണോ ഇനിയിപ്പൊ അവിടെ നിന്നെങ്ങാനും ചന്ദ്രസേന്റെ ഗുണ്ടകൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അതോടുകൂടി തന്റെ ജീവിതം തീർന്നു തന്നെ. താൻ വെട്ടത്തിറങ്ങിയിട്ടുണ്ട്, മിക്കവാറും കൊന്നു കളയാനും മടിക്കില്ല ചന്ദ്രസേനും അവന്റെ ഗുണ്ടകളും കൂടെ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനായിട്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച രാഹുല് ശാരിയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോ ശാരി ഇയാളോ, ഇയാളെന്തിനാ വിളിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ശാരിക്ക് രാഹുലിനെ കണ്ടെടുത്താൽ കാണത്തില്ല. പോരാത്തന് ഇപ്പൊ കിരണിന്റെ കാര്യത്തിൽ ഇനി എന്തൊക്കെയാ സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല. ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ശാരി വെച്ചു, എന്താ കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അത് പിന്നെ ഞാൻ വെറുതെ വിളിച്ചാ, എനിക്ക് അങ്ങോട്ടേക്കൊന്ന് വരണമെന്നുണ്ടെന്ന് പറയണേ. ഇങ്ങോട്ടേക്ക് വരാനോ? നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് വെക്കും. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ജീവനോടെ വെക്കും ആ ചന്ദ്രസേനും അവന്റെ ആൾക്കാരെന്ന് വെക്കാം എന്ന് പറഞ്ഞോണ്ട് എനിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമോ? എല്ലാ വിഷുവിനും ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്ന, മോൾക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുന്ന, പക്ഷെ ഈ വിഷുവിന് അതുകൊണ്ട് എനിക്ക് വന്നേ മതിയാവുള്ളൂ എന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എനിക്ക് എന്താന്ന് വെച്ചാൽ അറിയത്തില്ല, നിങ്ങളും കൂടെ വരലെന്നാണ് എന്റെ അഭിപ്രായം. വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ജീവനോടെ തിരിച്ചു പോകുന്ന പോലും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയണം. ചന്ദ്രസേനും അവന്റെ ഗുണ്ടകളും കറങ്ങി നടക്കുന്നുണ്ട്. ആ കിരണിനോട് ചെയ്തതിന്റെ പ്രതികാരം ചെയ്യാനായിട്ട് നടക്കുന്നതാന്ന് പറയണം. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഞാൻ വരുന്ന കാര്യം അവിടെ ആരും അറിയണ്ട, അറിയാലോ, വിഷുവിന്റെ തലേ രാത്രി ഞാൻ അങ്ങോട്ടേക്ക് വരാനാ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നീട് കോള് കട്ട് ചെയ്തപ്പോഴത്തേനും ശാരി ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്ക് സരുവ അങ്ങോട്ടേക്ക് വന്നു. സരുവയെ കണ്ടതും പറഞ്ഞു, അതെ നിന്റെ അച്ഛനും കൂടെ വരുന്നുണ്ടെന്ന്. എന്ന്? വിഷുവിന്റെ തലേ ദിവസം വരുന്നുണ്ടെന്നാ പറഞ്ഞു. ഇപ്പൊ ഫോൺ വിളിച്ച് പറഞ്ഞോളെന്ന് പറയും. വരട്ടെ അമ്മേ, അതിനിപ്പോ എന്താ കുഴപ്പം? എടി മോളെ, നിനക്കറിയാലോ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കിരണിനെ ആ വിധമാക്കിയിട്ടേന് ചന്ദ്രസേനും അവന്റെ ആൾക്കാരും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല, അച്ഛനെ മിക്കവാറും കൊന്നു തള്ളത്തോളെന്ന് പറയണേ. ഇത് കേട്ടപ്പോ സരയ പറഞ്ഞു, അത്രയ്ക്കുള്ള ധൈര്യമുണ്ടോ ആ ചന്ദ്രസേനും ഗുണ്ടയ്ക്കും? അത് നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. ചന്ദ്രസേന്റെ ഗുണ്ടകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട ആപ്പോയിപ്പൊന്നുമല്ല. അയാൾ അങ്ങനെ ഇങ്ങനെയൊന്നും കടത്തിൽ ഇറങ്ങില്ല. പക്ഷെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങേരോട് വരണ്ടെന്ന്. പക്ഷെ അങ്ങേര് കേൾക്കുന്നില്ല. ഇനി മോളെ എങ്ങനെ വിളിക്കണോ പറ, വിഷുവിന്റെ തലേദിവസം ഇങ്ങോട്ട് വരണ്ടെന്ന്. ഇതെടുപ്പോ സരിയെ പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, അച്ഛൻ പേടിച്ചങ്ങനെ മാളത്ത് കയറി ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ കിരൺ തല പൊക്കുന്ന കാര്യത്തില് ഒരു സംശയമില്ല. അവൻ തല എന്താളും പൊക്കാൻ പോകുന്നില്ല. അവൻ ആ കിടന്ന കിടപ്പ് തന്നെ കിടക്കും. അവന്റെ ഓർമ്മശക്തിയും പോയി, എല്ലാം പോയി. അവനെ തളർന്നു പോലെ അവിടെ കിടക്കത്തുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, എന്നും പറഞ്ഞോണ്ട് എന്താമേ, നമുക്ക് സ്വാതന്ത്ര്യമായില്ലേ, ഇനിയിപ്പോ ആ കിരണിന്റെ ശല്യം ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ കല്യാണിയും ഒതുങ്ങും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു പേടിയൊന്നും വേണ്ടെന്ന് പറയണം.
ഇത് കേട്ടതും ശാരി പറഞ്ഞു, എനിക്ക് എന്നാലും നല്ല ടെൻഷൻ ഉണ്ട് മോളെ എന്ന് പറയാണ്. അമ്മ എന്തിനാ പേടിക്കുന്നത്, പേടിക്കണ്ടെന്ന് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് സരി മുറിയിലേക്ക് കയറി പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനോഹരനോട് എന്നിട്ട് പറഞ്ഞു, അതെ അച്ഛൻ വരുന്നുണ്ടെന്ന്. അച്ഛൻ വരുന്നുണ്ടെന്ന്? അതെ, വിഷുവിന് തലേദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കാരണം എല്ലാ വിഷുവിനും അച്ഛൻ ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പൊ ഈ വിഷുവിനും അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, എങ്ങനെ, ആരാ പറഞ്ഞെന്നൊക്കെ ചോദിക്കാം. അമ്മേനെ ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ. അപ്പൊ അച്ഛന് പേടിയില്ലേ ഇങ്ങോട്ട് വരാനെന്ന് ചോദിക്കാം. അമ്മ പറഞ്ഞു വരണ്ടാന്ന്. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല, വരണമെന്ന് പറഞ്ഞു ഒരേ നിർബന്ധം. അപ്പൊ വിഷുവിന്റെ തലേ ദിവസം വന്ന് വിഷുവൊക്കെ ആഘോഷിച്ചിട്ട് പോകാനാന്ന് തോന്നേ. ആ ചന്ദ്രസേന്റെയും ഗുണ്ടകളുടെയും കൈ പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയണം. മനോഹർ പറഞ്ഞു, അത് ശരിയാ. നിന്റെ അച്ഛൻ എന്ത് ഭാവിച്ചാന്ന് മാത്രം എനിക്ക് മനസ്സിലാവാത്തെ. ഇത് കേട്ടപ്പം സരിയ പറഞ്ഞു, അച്ഛൻ ചെയ്ത ഒരു നല്ല കാര്യമല്ലേ മനുവേട്ട, നല്ല കാര്യമാണ് പോലും. ആരുടെയൊക്കെ ജീവന എപ്പോഴാ അപകടത്തിൽപ്പെടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി ശരിക്കും പറഞ്ഞ് ധൈര്യത്തോടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി. സരി, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സരിയ പറഞ്ഞു, എനിക്കറിയാം മനുവേട്ട, മനുവേണ്ട വിഷമം എന്താണെന്ന് എനിക്കറിയാന്ന് പറയാം. അതിനേക്കാൾ ഉപരി അച്ഛനാണെങ്കിൽ മനുവേട്ടനെ കണ്ണെടുത്താൽ കാണത്തില്ല. ഇത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, എത്രയെന്ന് വെച്ച് ഞാൻ സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോന്നേ. നമുക്കിനി അമേരിക്കയ്ക്ക് പോകണം, എത്രയും പെട്ടെന്ന് തന്നെ പോകണം മോളൂ, എന്നാലും എനിക്കൊരു സമാധാനം ആകത്തുള്ളൂ എന്ന് പറയണം. അതെ മനുവേട്ടൻ, ഞാൻ ചായ എടുത്തോണ്ട് വരാം, ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് സരി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം മനോഹർ ഒരു കാര്യം തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ കിരണിനെയും കല്യാണിനെയും വിവരം അറിയിക്കണം. കിരണിനെ അറിയിച്ച കിരണിന് വയ്യാതെ നടക്കല്ലേ, കല്യാണിയെ വിവരം അറിയിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ എന്തേലും ഇനിയിപ്പോ രാഹുൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യാനായിട്ട് ചന്ദ്രസേന്റെ ഗുണ്ടകൾ തയ്യാറായിട്ടിരിക്കും. കാരണം രാഹുലിനിട്ട് പിടപ്പ് കൊടുക്കേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ മിക്കവാറും അവൻ തനിക്കിട്ട് പണി തരും. ഇപ്പൊ കിരണിനെ തളർത്തി കിടത്തിയിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും രാഹുൽ തന്നെയായിരിക്കും ഇല്ലാതാക്കാനിട്ട് പോകുന്നത്. അത് അപകടമാണ്. അതിനു മുമ്പ് തന്നെ രാഹുലിനിട്ട് പണി കൊടുക്കണം. ഒരു കാരണവശാലും താനൊന്ന് പുറത്തറിയാനും പാടില്ല. എല്ലാം കല്യാണിയുടെയും ചന്ദ്രസേന്റെ തലയിൽ കിളങ്കോട് കെട്ടിവെച്ച അതോടുകൂടി തീർന്നു. അങ്ങനെ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുവാണ് മനോഹർ. പിന്നീടാണ് കല്യാണിയെ ഫോൺ ചെയ്യുന്നത്. കല്യാണിയെ ഫോൺ ചെയ്ത് കോൾ എടുത്തപ്പോ കല്യാണി എന്താ മനോഹരെ, കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഒരു രഹസ്യമുണ്ട് എന്ന് പറയണ. കാര്യം എന്താ, പതുക്കെ സംസാരിക്കുന്നേ, പുറത്ത് കേട്ടല്ലോ. അതെ, ആ രാഹുലുണ്ടല്ലോ, അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? അതെ, വിഷുവിന്റെ തലേ രാത്രി അയാൾ വീട്ടിലേക്ക് എത്തുമെന്ന് പറയണം. അല്ല, ആരാ പറഞ്ഞേ? ഇതിപ്പം ഇവിടുത്തെ ശാരിയോട് വിളിച്ചിട്ട് പറഞ്ഞാന്ന് പറയണം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അതെ, പുറത്ത് ആരോടും പറയരുന്നൊക്കെ സരുവിനോട് പറഞ്ഞിട്ടുണ്ട്. സരു എന്നോട് ഇപ്പൊ ഇത് വന്ന് പറഞ്ഞാന്ന് പറയണം. ശരി ശരി, നീ കോള് കട്ട് ചെയ്തോളാം പറയണം. അങ്ങനെ കോള് വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പോ തന്നെ കല്യാണി നേരെ കിരണിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. കിരണിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ആ രാഹുല് വരുന്നുണ്ടെന്ന്. അവൻ എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിരൺ ചാടി എഴുന്നേക്കുവാണ്. അതെ കിരണേട്ടാ, ഇന്നോ നാളെയല്ല, വിഷുവിന്റെ തലേ ദിവസം എത്തൂന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ വിഷു ആഘോഷിക്കാൻ വേണ്ടി അവൻ വരട്ടെ, അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കാം. മോൾക്ക് വിഷുക്കോടിയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇത്തവണ അയാളെ ഞാൻ വിഷുക്കോടി അങ്ങോട്ട് പുതപ്പിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണം. അയാൾക്കിട്ട് എപ്പോഴായാലും തിരിച്ചടി കൊടുക്കണം എന്നും പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്ന് ചോദിക്കും. എടുക്കണം കല്യാണി, ഇനി ഇത് വെച്ച് താമസിപ്പിച്ചുകൂടാ, എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ലെന്ന് പറയണം. അവന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ട് ഇനി ഏത് സമയത്താ എന്നിപ്പോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, നാളെ ചിലപ്പോൾ നിനക്കായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കാം. അയാൾ പുറത്ത് ജീവനോടെ ഉണ്ടെങ്കിൽ മിക്കവാറും അതൊക്കെ ചെയ്യുമെന്ന് പറയാ. അയാൾ ഒരിക്കലും വിശ്വസിച്ചുകൂടാന്നൊക്കെ പറയണം. അങ്ങനെ കിരൺ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.